എഴുതാം ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെഷർ ഓഫ് ഡിസ്പെർഷനിൽ എന്ത് പഠിച്ചു? റേഞ്ച് പഠിച്ചു. രണ്ടാമത്തെ ടോപ്പിക്കാണ് എന്ത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇത് ഹെഡിങ് എഴുതാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ക്വാർട്ടൈൽസ് എന്ന് പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ക്വാർട്ടൈൽസ് എന്ന് ഹെഡിങ് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ക്വാർട്ടൈൽസ് ആർ പാർട്ടീഷൻ വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏരിയ അണ്ടർ ദ ഫ്രീക്വൻസി കർവ് ഇൻ ടു 4 equal parts at 3 points, namely Q1, Q2 and Q3. Q1 is called first quartile or lower quartile. Q2 is called second quartile, middle quartile or median. And Q3 is called third quartile or upper quartile. Okay. എന്നിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്രയും വരെ എഴുതുക. ഇത്ര വരെ മാത്രം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി ഞാൻ പറയാട്ടെ എന്താണെന്നുള്ളത്. അതായത് ഒരു ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു ലൈനിനെ നിങ്ങൾ സിമ്പിളായിട്ട് കാണും. ഈ ഒരു ലൈൻ നമുക്ക് 4 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്യണം. 4 ഈക്വൽ പാർട്സായി കട്ട് ചെയ്യണം. എത്ര കട്ട് ചെയ്യണം? എത്ര പ്രാവശ്യം കട്ട് ചെയ്യണം? 4 ഈക്വൽ പാർട്സ് ആക്കണമെങ്കിൽ 3 പ്രാവശ്യം കട്ട് ചെയ്താൽ പോരെ. ഇവിടെ ഒരു കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു. ഓക്കെ, ഡിസ്റ്റൻസ് ചിലപ്പോൾ സെയിം ആവില്ല. നിങ്ങൾ അതെല്ലാം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്യണമെങ്കിൽ 4 ഈക്വൽ പാർട്സ് ആയി കട്ട് ചെയ്യണമെങ്കിൽ എത്ര പ്രാവശ്യം കട്ട് ചെയ്യേണ്ടി വരും? ഇതൊരു പാർട്ട്, ഇതൊന്ന്. എത്ര പ്രാവശ്യം കട്ട് ചെയ്തു? 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം അല്ലേ? അതായത് ഈ ഒരു ലൈനിനെ 3 പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴാണ് 4 ഈക്വൽ പാർട്സ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒന്ന് വേണ്ട, നിങ്ങൾ ഒരു മിഠായി കയ്യിൽ കിട്ടി, അത് നിങ്ങൾക്ക് 2 പാർട്സ് ആക്കി കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ 2 ഈക്വൽ പാർട്സ് ആക്കി കിട്ടണം. നിങ്ങൾ എത്ര പ്രാവശ്യം കട്ട് ചെയ്യും? അത് നടുക്കൊറ്റ കട്ടല്ലേ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ലൈനിന് 4 ഈക്വൽ പാർട്സ് ആക്കി കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര പ്രാവശ്യം കട്ട് ചെയ്യും? 3 പ്രാവശ്യം കട്ട് ചെയ്യും. ഈ ഫസ്റ്റ് പ്രാവശ്യം കട്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് Q1 എന്നുള്ളത്. നടുക്ക് കട്ട് ചെയ്യുന്നതാണ് Q2. ഇതാണ് എന്ത് പറയുന്നത്? Q3. ഓക്കെ, അപ്പോൾ Q1 കണ്ടോ? നോക്ക് അല്ലേ, ഇത് കാൽഭാഗം കട്ട് ചെയ്തു. പിന്നെ ഈ നടുക്ക് കട്ട് ചെയ്യുന്ന എന്താണ്? Q2 എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണെന്നും കൂടെ പറയുന്നുണ്ട്. Q2 എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയൻ ആണ്. നമ്മൾ മീഡിയൻ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ, മൊത്തം ഡാറ്റേൻ്റെ ഏറ്റവും നടുക്കുള്ള ഡാറ്റയാണ് മീഡിയ ആക്കി എടുത്തത് അല്ലേ, നടുക്കുള്ളത് കണ്ടോ. പിന്നെ Q3 എന്ന് പറഞ്ഞാൽ എത്രയാ? ഇപ്പം കാൽഭാഗമായി, അരഭാഗമായി, മുക്കാൽ ഭാഗം. അതായത് ഇതെത്രയാണ്? ഹാഫായി, ഇത് 4/3 ആയി. ഓക്കെ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇത് 25%, ഇത് 50%, ഇത് 75%. ഓക്കെ, സംഭവം മനസ്സിലായി. എന്താ Q1, Q2, Q3 മനസ്സിലായില്ലേ? Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ഭാഗം. പിന്നെ Q2 രണ്ടാമത്തെ, Q3 മൂന്നാമത്തത്. ഓക്കെ, എന്താ സംഭവം കേട്ടോ? എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ ഇക്വേഷനും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, Q1, Q2, Q3 എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്താണ് Q1 എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? Q1 പറയുന്ന മറ്റൊരു പേര് എന്താണ്? നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടാവും. Q1 എന്താണ്? ഫസ്റ്റ് ക്വാർട്ടൈൽ അല്ലെങ്കിൽ ലോവർ ക്വാർട്ടൈൽ എന്ന് പറയും. Q2 എന്താ പറയുന്നത്? സെക്കൻഡ് ക്വാർട്ടൈൽ അല്ലെങ്കിൽ മിഡിൽ ക്വാർട്ടൈൽ അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയും. ഇനി Q3 എന്താ പറയുന്നത്? തേർഡ് ക്വാർട്ടൈൽ അല്ലെങ്കിൽ എന്താ പറയുക? അപ്പർ ക്വാർട്ടൈൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വാർട്ടൈൽസ് എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലായോ? അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷനിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഇത് ക്വാർട്ടൈൽ. ക്വാർട്ടൈൽ എന്താണെന്ന് മനസ്സിലായാലും നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാമിന് ക്വാർട്ടൈൽസ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ഡെഫിനേഷൻ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്താ വേണ്ടത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണെന്നുള്ളത് പഠിക്കണം. ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഓക്കെ, ക്വാർട്ടൈൽ ഡീവിയേഷൻ നോക്കട്ടോ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ് ക്വാർട്ടൈൽസ്. അതായത് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ Q3 - Q1/2. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇക്വേഷൻ എന്താ? Q3 - Q1/2. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഹെഡിങ് എഴുതാം. എന്നിട്ട് ഡെഫിനേഷൻ എഴുതിയിട്ട് ഇതുവരെ എഴുതാം. മനസ്സിലായില്ലേ? ഇതുവരെ എമംഗ് ക്വാർട്ടൈൽസ് ഇതൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു പോർഷൻ ഒന്നും വേണ്ട. എഴുതിയിട്ടുണ്ടാവും. അത്ര മനസ്സിലായില്ലേ? അപ്പോൾ എന്താ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ? Q3 - Q1/2 ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ പറഞ്ഞു ആബ്സല്യൂട്ട് മെഷേഴ്സും ഉണ്ട്, റിലേറ്റീവ് മെഷേഴ്സും ഉണ്ട്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ആബ്സല്യൂട്ട് മെഷറാണ്. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണ്? ഒരു റിലേറ്റീവ് മെഷർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ?
അപ്പോൾ നിങ്ങൾ അടുത്ത പോയിന്റ് ആക്കിയിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ട് Q3 മൈനസ് Q1 ബൈ Q3 പ്ലസ് Q1 എന്ന് എഴുതാം. Q3 മൈനസ് Q1 ബൈ Q3 പ്ലസ് Q1 എന്ന് എഴുതാം. ഓക്കെ, എഴുതാം കേട്ടോ. ബാക്കിയൊന്നും എഴുതണ്ട, അത്ര മാത്രം എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇനി നമ്മൾ എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷന് ഏതിലൊക്കെ പഠിക്കണം? ഇൻഡിവിജ്വൽ സീരീസിൽ പഠിക്കണം, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ പഠിക്കണം, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലും പഠിക്കണം, വേണ്ടേ? അപ്പോൾ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് ആണ് പഠിക്കാൻ പോണത്. ഓക്കെ, അതിൽ നമ്മൾ ഇതാണ് ഇക്വേഷൻ നമുക്കറിയാം. Q1 എന്ന് പറഞ്ഞാൽ Q1 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? സൈസ് ഓഫ് n+1/4 ഐറ്റം. Q3 എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് 3 × n+1/4 ഐറ്റം. എങ്ങനെയായിരിക്കണം? വെൻ ഐറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദിയർ മാഗ്നിറ്റ്യൂഡ്. അതായത് ഈ തന്നിട്ടുള്ള ഡാറ്റയൊക്കെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡർ പറഞ്ഞാൽ എങ്ങനെയാണ്? ചെറിയ നമ്പർ നിന്നും വലിയ നമ്പർക്ക് എഴുതണം. ഓക്കെ, ഇനി നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതി. സെയിം ഇക്വേഷൻ തന്നെയാണ്, എന്തേ മാറ്റം ഉണ്ടാവുള്ളൂ? ഓരോരോ ഡാറ്റ വരുമ്പോഴും Q1 ഉം Q3 കണ്ടുപിടിക്കുന്ന രീതി മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഇക്വേഷൻ സെയിം ആയിരിക്കും. എന്നാൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. എങ്ങനെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുക? Q3 മൈനസ് Q1/2. അപ്പോൾ Q3 ഉം Q1 ഉം എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ഇവിടെ പറഞ്ഞു. ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇക്വേഷൻ കൊടുക്കുക. അപ്പോഴാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഷോർട്ട് ഫോമാണ് QD. QD എന്താണ്? ക്വാർട്ടൈൽ ഡീവിയേഷൻ. Q3 മൈനസ് Q1/2. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, അതിൻ്റെ ഇക്വേഷൻ എന്താ? Q3 മൈനസ് Q1 ബൈ Q3 പ്ലസ് Q1. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, ഇത്രയും എഴുതാം കേട്ടോ. നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഈ അതായത് ഡാറ്റേൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ മാത്രം എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡാറ്റേനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം അല്ലേ? ആദ്യം എന്ത് എഴുതണം? അസെൻഡിങ് ഓർഡർ. അപ്പോൾ റൈറ്റിംഗ് ദ വാല്യൂസ് ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസെൻഡിങ് ഓർഡർ എഴുതും. ഏറ്റവും ചെറുത് 8 ആണ്, പിന്നെ 9, 10, 2 10 ഉണ്ട്. 2 10 ഉണ്ടെങ്കിൽ 2 എഴുതണം കേട്ടോ. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് എഴുതി, അസെൻഡിങ് ഓർഡർ എഴുതി. വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്ര എഴുതാം. ഇനി Q1 കണ്ടുപിടിക്കാൻ. Q1 പറഞ്ഞാൽ എന്താണ്? സൈസ് ഓഫ് n+1/4 ഐറ്റം. നമ്മൾ ഇക്വേഷൻ എഴുതി. Q1 പറഞ്ഞാൽ എന്താ? സൈസ് ഓഫ് n+1/4 ഐറ്റം. അപ്പം ഞാൻ എഴുതി Q1 പറഞ്ഞാൽ എന്താണ്? സൈസ് ഓഫ് n+1/4 ഐറ്റം വിച്ച് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് n എന്താണ്? 11. 11 എങ്ങനെ കിട്ടിയത്? എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 എത്ര ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട്. ഡൗട്ടില്ലല്ലോ. n പറഞ്ഞാൽ നമ്പർ ഓഫ് ഡാറ്റ. എത്ര ഉണ്ട്? 11 ഉണ്ട്. 11. അപ്പോൾ സൈസ് ഓഫ് n+1/4 ഐറ്റം വിച്ച് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് n is equal to 11. 11 plus 1/4 item. 11 plus 1/4 item. 11 plus 1 is equal to 12. 12/4 is equal to 3. Doubt undo? 11 plus 1/4 item. Size of 12/4. എത്ര കിട്ടും? തേർഡ് ഐറ്റം. സൈസ് ഓഫ് തേർഡ് ഐറ്റം. എന്താ പറയുന്നത്? നിങ്ങൾ ഈ കറക്റ്റ് എഴുതണം കേട്ടോ. ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് 3 എന്ന് മാത്രം എഴുതി വെക്കരുത്. അപ്പോൾ നിങ്ങൾ ഫൈനൽ ആൻസറും 3 എന്ന് മാത്രം എഴുതി വെക്കും. സൈസ് ഓഫ് തേർഡ് ഐറ്റം. മൂന്നാമത്തെ ഐറ്റം എത്രയാണോ അതിൻ്റെ സൈസ്. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയതാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ് ഐറ്റം, തേർഡ് ഐറ്റം. തേർഡ് ഐറ്റം എത്രയാണ്? 10 ആണ്. തേർഡ് ഐറ്റം എത്രയാണ്? 10 ആണ്. സൈസ് ഓഫ് തേർഡ് ഐറ്റം. തേർഡ് ഐറ്റം എത്രയാണ്? 10. ഓക്കെ, അപ്പോൾ നമുക്ക് Q1 is equal to 10 കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? Q3 കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി Q3 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈസ് ഓഫ് 3 × n+1/4 ഐറ്റം വിച്ച് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് n എന്ന് പറഞ്ഞാൽ 11 ആണ്. 3 × 11 + 1/4 ഐറ്റം. സൈസ് ഓഫ് 3 × 11 + 1. 11 + 1 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 12. 3 × 12 എത്ര കിട്ടുക? 36. സൈസ് ഓഫ് 36/4 ഐറ്റം വിച്ച് ഇസ് ഈക്വൽ ടു 36/4 എത്രയാ? 9 ആണ്. സൈസ് ഓഫ് 9th ഐറ്റം. ഇപ്പം 9th ഐറ്റം നമുക്ക് നോക്കാം. ഇത് എത്രയാണ്? ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതിയതാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ് ഐറ്റം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, 7th, 8th, 9th. 9th ഐറ്റം എത്രയാണ്? 29. അല്ലേ? ഇതിൽ 9ാമത്തെ ആളാരാണ്? 29. അപ്പം സൈസ് ഓഫ് 9th ഐറ്റം എന്ന് പറഞ്ഞാൽ 29. ഓക്കെ,
അപ്പോൾ എന്ത് കിട്ടി? Q1ഉം Q3യും കിട്ടി. വീഡിയോ പോസ് ചെയ്യുക, Q3 എഴുതുക. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കാനാണ്? ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും അല്ലേ? Q1 is equal 10 എന്ന് കിട്ടി, Q3 is equal 29 എന്ന് കിട്ടി. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ QD is equal to Q3 minus Q1/2 which is equal to എത്ര? Q3 എത്രയാണ്? 29. Q1 എത്രയാണ്? 10. 29 minus 10/2 എത്ര കിട്ടുക? 19/2. എത്ര കിട്ടും? 9.5. ഡൗട്ടില്ലല്ലോ, ഇക്വേഷനിൽ കൊടുക്കുക. Q1 എന്താണ്, Q3 എന്താണ് കൊടുക്കുക. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്താണ്? Q3 minus Q1/Q3 plus Q1. Q3 minus Q1 29 minus 10. Q3 plus Q1 29 plus 10. 19/39 എത്ര കിട്ടുക ചെയ്യുമ്പോൾ? 0.49. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, ഇത്ര എഴുതാം. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ, അതായത് നോക്കി ഈ ആൻസർ ചെയ്തപ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടിയില്ലേ? സൈസ് ഓഫ് തേർഡ് ഐറ്റം, സൈസ് ഓഫ് 9th ഐറ്റം, അങ്ങനെ കറക്റ്റ് ഒരു നമ്പറാണ് കിട്ടിയത് അല്ലേ? പോയിന്റ് ഒന്നും വന്നില്ല. ശ്രദ്ധിക്കുക കേട്ടോ. സൈസ് ഓഫ് തേർഡ് ഐറ്റം, ഈ 3ക്ക് പകരം സൈസ് ഓഫ് 3.5th ഐറ്റം, ഇവിടെ സൈസ് ഓഫ് 9.75th ഐറ്റം, അങ്ങനെ വന്നതെങ്കിലോ? അപ്പം ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആൾ നമുക്ക് കണ്ടുപിടിക്കാൻ സുഖമാണ്. ഇവിടെ 1 2 3 എണ്ണിയാൽ മതി. ഞാൻ നിങ്ങളോട് പറയാണ് 4.5 ആളെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കൺഫ്യൂഷൻ ആവൂലേ? 4.5 ആളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവില്ലേ? അപ്പോൾ അങ്ങനത്തേതാണ് കേട്ടോ നമ്മൾ. അല്ലെങ്കിൽ 4.83 ആളെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. നമുക്ക് ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആൾ മാത്രമേ ഇതൊന്ന് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാം. ഇനി എന്ത് ചെയ്യാണ്? വീഡിയോ പോസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതാം. നമ്മൾ എന്ത് ചെയ്യണതിന് ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതണം. വേണ്ടേ? ആദ്യം എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതെന്ന് വലുതിക്കില്ലേ? അപ്പോൾ ഈ തന്നിലുള്ള ഡാറ്റേനെ ചെറിയ നമ്പറിന്ന് വലിയ നമ്പറിലേക്ക് എഴുതി. ഇനി n is equal to 10. എന്നിങ്ങനെ 10 കിട്ടിയത് ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ n is equal to 10 കിട്ടി. ഇനി Q1 എന്താ ഇക്വേഷൻ? സൈസ് ഓഫ് n+1/4th ഐറ്റം. ഡൗട്ടില്ലല്ലോ, നമ്മൾ നേരത്തെ പഠിച്ച തന്നെയാണ്. സൈസ് ഓഫ് n എന്ന് പറഞ്ഞാൽ 10 ആണ്. 10+1/4th ഐറ്റം. അപ്പോൾ എന്ത് കിട്ടും? സൈസ് ഓഫ് 10+1 11/4 അല്ലേ? സൈസ് ഓഫ് 11/4 എത്ര കിട്ടുക? 11/4. നോക്കുക കാൽക്കുലേറ്റർ എത്ര കിട്ടുന്നത്? 2.75. 11/4 എന്താണ്? 2.75 അല്ലേ? സൈസ് ഓഫ് 2.75th ഐറ്റം അല്ലേ? 2.75 ഐറ്റം, 2.75 ഐറ്റം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സൈസ് ഓഫ് തേർഡ് ഐറ്റം എന്ന് വരികയാണെങ്കിൽ, സെക്കൻഡ് ഐറ്റം എന്ന് വരികയാണെങ്കിൽ സുഖം 1 2 ഇതാണ് രണ്ടാമത്തെ ആൾ. 3 എന്ന് വരികയാണെങ്കിൽ സുഖമാണ്. ഇത് 2.75 ഐറ്റം അല്ലേ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആൾ നല്ല നമ്മൾ പറയുള്ളൂ, 2.75 ആൾ പറയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ മാറ്റണം. ഇങ്ങനെ വരുമ്പോൾ മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ഇനി എന്തുകൊണ്ട് അങ്ങനെ മാറ്റുന്നത് ചോദിക്കും. കഴിഞ്ഞതിലൊക്കെ നോക്ക്, തേർഡ് ഐറ്റം 9th ഐറ്റം സുഖമായിരുന്നു കണ്ടുപിടിക്കാൻ. 1 2 3 1 2 മുതൽ 9 കണ്ടുപിടിക്കാനും സുഖമാണ്. ഇവിടെ 2.75 ഐറ്റം. അപ്പോൾ നമ്മൾ ഇതിനെ എഴുതേണ്ട എങ്ങനെ അറിയോ? ഇതിനെ മാറ്റിയിട്ട് അപ്പോൾ സൈസ് ഓഫ് 2.75 സെക്കൻഡ് ഐറ്റം നമ്മളിതിനെ മാറ്റി എഴുതുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, സെക്കൻഡ് ഐറ്റം പ്ലസ് സെക്കൻഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവിടെ എന്തുകൊണ്ടാണ് സെക്കൻഡ് ഐറ്റം ഇവിടെ എഴുതിയത്? ഇവിടെ 2 ആണല്ലേ? 2.75 ആണ്. അപ്പോൾ ഈ 2 രണ്ടാമത്തെ ഐറ്റം പ്ലസ് ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് ഏതാ? ഇനി ഇങ്ങനെ എഴുതിയാൽ മതി. 2 രണ്ടാമത്തെ ഐറ്റം എഴുതി. ഇവിടെ 0.75 ഇല്ലേ പോയിന്റ് നമ്പർ? അപ്പോൾ ഞാനിവിടെ എഴുതി 0.75. മനസ്സിലായോ എന്തുകൊണ്ടാണ് 0.75 എന്ന് എഴുതിയതെന്ന്? 2.75 രണ്ടാമത്തെ ഐറ്റം എന്ന് എഴുതി പ്ലസ് 0.75 എന്ന് എഴുതി. ഇനി ബ്രാക്കറ്റ് ഇടുക ഇൻറ്റു. നോക്ക്, ഇവിടെ രണ്ടാമത്തെ ഐറ്റം അല്ലേ വന്നത്? ഇവിടെ രണ്ടാമത്തെ ഐറ്റം അല്ലേ? അപ്പോൾ അതിൻ്റെ അടുത്ത ഐറ്റം ഏതാ? മൂന്നാമത്തെ ഐറ്റം. തേർഡ് ഐറ്റം മൈനസ് പിന്നെ ഈ സെക്കൻഡ് ഐറ്റം തന്നെ which is equal to സെക്കൻഡ് ഐറ്റം ഏതാ? രണ്ടാമത്തെ ആൾ 1 2 എത്ര? 391 പ്ലസ് 0.75 ഇൻറ്റു തേർഡ് ഐറ്റം. മൂന്നാമത്തെ ഐറ്റം ആരാ? ഇത് 1 2 3. മൂന്നാമത്തെ ആൾ 407 മൈനസ് സെക്കൻഡ് ഐറ്റം. രണ്ടാമത്തെ ആൾ എത്രയാ?
ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആൾ 391. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും 391 പ്ലസ് 0.75. പിന്നെന്താ ചെയ്യേണ്ടത്? 407 കുറയ്ക്കണം 391. എത്ര കിട്ടുക? 16 കിട്ടും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 391 പ്ലസ് 0.75 ഇൻറ്റു 16. 0.75 ഇൻറ്റു 16 കിട്ടുന്നത് 12. 391 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ 403. ഓക്കെ, അപ്പോൾ Q1 എന്താ കിട്ടുക? 403 കിട്ടും. Q1 എന്ത് കിട്ടും? 403 കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ആൻസർ എഴുതുക. ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയിട്ടുണ്ടാവില്ല, വീഡിയോ പോസ് ചെയ്യുക, ഈ ആൻസർ എഴുതുക. അപ്പോൾ Q1 എന്ത് കിട്ടി? 403 കിട്ടി. Q1 എന്ത് കിട്ടി? 403 കിട്ടി. ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിക്കണം? Q3 കണ്ടുപിടിക്കണം. ഇനി Q3 ശ്രദ്ധിക്കട്ടോ. Q3 എന്താണ്? സൈസ് ഓഫ് 3 ഇൻറ്റു n പ്ലസ് 1/4 ഐറ്റം. സൈസ് ഓഫ് 3 ഇൻറ്റു n പ്ലസ് 1. n എത്രയാണ്? 10 ആണ്. 10 പ്ലസ് 1 എത്ര കിട്ടുക? 11. 3 ഇൻറ്റു 11/4. 3 ഇൻറ്റു 11/4. ഓക്കെ, റൈറ്റ്. അപ്പോൾ എന്താ കിട്ടുക? 3 ഇൻറ്റു 11/4 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 3 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 8.25 ആണ്. ഓക്കെ, സൈസ് ഓഫ് 8.25 ഐറ്റം എന്ന് എഴുതി. ഇനി നമ്മൾ 8.25 ഐറ്റം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതൊന്ന് നോക്ക്. ഇതാണല്ലേ അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിൽ 8ാമത്തെ ആളെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 8.25 കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റണം. എങ്ങനെയാണ് മാറ്റുക? 8.25. അപ്പോൾ ഞാൻ എന്ത് 8ാമത്തെ 8 എന്ന് എഴുതിട്ട് 8th ഐറ്റം പ്ലസ് 8th ഐറ്റം പ്ലസ് പോയിന്റ് എത്ര? 0.25 അല്ലേ? 0.25. അപ്പോൾ ഞാനിവിടെ എഴുതി 0.25 ഇൻറ്റു നോക്ക്. 8ാമത്തെ ഐറ്റം കഴിഞ്ഞാൽ തൊട്ടടുത്ത ഐറ്റം എത്ര? 9ാമത്തെ ഐറ്റം. അപ്പോൾ 9th ഐറ്റം മൈനസ് 8th ഐറ്റം. ഓക്കെ, മനസ്സിലായില്ലേ? 8.25 ഐറ്റം എങ്ങനെ എഴുതാം? ആദ്യം എഴുതാം 8ാമത്തെ ഐറ്റം പ്ലസ് 0.25 എഴുതി ഇൻറ്റു 8 കഴിഞ്ഞ അടുത്ത ആൾ 9. 9ാമത്തെ ഐറ്റം കുറയ്ക്കണം 8ാമത്തെ ഐറ്റം. ഇനി ഇതിൽ 8ാമത്തെ ഐറ്റം എത്രയാണ്? ഇതിൽ 8ാമത്തെ ആൾ ആരാ? 1 2 3 4 5 6 7. 8ാമത്തെ ആൾ എത്ര? 777. 777 പ്ലസ് 0.25 ഇൻറ്റു 9ാമത്തെ ആൾ ആരാണ്? 1490. 1490 മൈനസ് 8ാമത്തെ ആൾ ആരാണ്? ഇയാൾ തന്നെ അല്ലേ? 7. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 777 പ്ലസ് 0.25 ഇൻറ്റു 1490 മൈനസ് 777 കിട്ടുന്നത് 713. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 777 പ്ലസ് 0.25 ഇൻറ്റു 713 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 178.25. അത് കൂട്ടണം 777. ഇത് കൂട്ടിയാൽ കിട്ടുന്ന ആൻസർ 955.25. ഓക്കെ, അപ്പോൾ അത് പോയിന്റ് കിട്ടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്യാം? Q3 എന്ത് ചെയ്യാം? പോയിന്റ് കിട്ടാൻ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇവിടെ പോയിന്റ് കിട്ടും, ഇനി മാറ്റണം. ഇനി മാറ്റാനൊന്നും പോകണ്ട. നമ്മളെന്താ സൈസ് ഓഫ് 8.25 ഐറ്റം എന്ന് പറഞ്ഞപ്പോഴാണ് മാറ്റിയത്. ഇനി ഇങ്ങോട്ട് മാറ്റാൻ പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, ഇത്രയും എഴുതാം. അപ്പോൾ നിങ്ങൾ Q3 പോയിന്റുള്ള നമ്പർ കിട്ടുമോ? കിട്ടും, പ്രശ്നമല്ല. എന്തുകൊണ്ട് അവിടെ മാറ്റിയത്? സൈസ് ഓഫ് 8.25 എന്ന് വന്നപ്പോഴാണ് മാറ്റിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? വീഡിയോ പോസ് ഇത്ര എഴുതിയില്ലേ? Q1 കിട്ടി. Q1 എത്ര കിട്ടിയത്? 403. Q3 എത്ര കിട്ടിയത്? 955.25. ഓക്കെ, ഇനി ക്വാർട്ടേൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? Q3 മൈനസ് Q1/2. കോഎഫിഷ്യൻ്റോ? ഇതല്ലേ കിട്ടുന്നത്? ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളിത് ചെയ്യില്ലേ? Q3 എത്രയാണ്? ഇത് കൊടുക്കുക.
Q1 കൊടുക്കുക മൈനസ് ചെയ്യുക 2 ചെയ്യുക. ഇതിൽ ഓരോന്നിലും Q3 Q1 കിട്ടി. Q3 Q1 കിട്ടിയാൽ ചെയ്യുക കേട്ടോ. ഇത് രണ്ടും ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാനുള്ള കേട്ടോ. ഈ ക്ലാസ് കണ്ട് കഴിയുമ്പോൾ തന്നെ ചെയ്യാം. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 2 ക്വസ്റ്റ്യനും ചെയ്യാം. 2 ക്വസ്റ്റ്യൻ 2 മെത്തേഡ് വെച്ചിട്ടൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ.